വിജയൻ ഏകദേശം വലയിലായി കഴിഞ്ഞു. അടുത്തത് മുൻ മന്ത്രി മുഹമ്മദ് റിയാസും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഈ കേസ് ആദ്യമായിട്ട് രംഗത്തേക്കെത്തിച്ച ആളാണ് ഷോൺ ജോർജ്. അയാളെന്ന് ഇഡി വലയിൽ കറങ്ങി വീണ ശ്വാസത്തിനായിട്ട് പിടയുമ്പോൾ അടുത്തത് പിണറായി വിജയനാണ് എന്ന സൂചന തരികയാണ്. ആരാണ് PV എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമായിട്ടില്ല. അത് പിണറായി വിജയനാണ് എന്ന കൺഫർമേഷൻ കൂടി വന്നാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. വീണയെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കാനുള്ള പരാതിയല്ല കൊടുത്തതെന്നും പിണറായി വിജയനിലേക്ക് അന്വേഷണം നീളേണ്ടതായിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ഷോൺ ജോർജിന് ജനങ്ങളോട് തുറന്നു പറയാനുള്ളത്. അന്വേഷണം നിലവിൽ 10% മാത്രം എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഷോൺ ജോർജ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്നുമല്ല, അച്ഛനും മകൾക്കും മാസപ്പടിയും സഖാക്കന്മാർക്ക് ജയിൽ പടിയുമാണ് കിട്ടിയതെന്ന്. അതേ പിണറായിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED റെയ്ഡിനെത്തിയതോടെ പ്രതിഷേധിച്ച 26 സഖാക്കന്മാരാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മുൻപ് പാർട്ടിയെ ഒന്നിച്ച് പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്ത പിണറായി വിജയനും CPM-നും ഇപ്പോൾ ആ പഴയ നിലപാടില്ല എന്നും വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ പിന്തുണയ്ക്കാൻ ആരും എത്തിയിരുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ കേസിന് പിന്നിൽ കേരളത്തിലെ തീരദേശത്ത് നടന്ന വലിയൊരു കരിമണൽ കൊള്ളയുണ്ടെന്നുകൂടി അതിന്റെ ഭാഗമായിട്ട് കൈപ്പറ്റിയ കൈക്കൂലിയാണിതെന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. പരാതിക്കാരൻ എന്ന നിലയിൽ തന്റെ ലക്ഷ്യം ഈ തട്ടിപ്പുകൾ അവസാനിപ്പിക്കുകയാണെന്നും നിയമപരമായ നടപടിയിലൂടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. അത് സംബന്ധിച്ച ഷോൺ ജോർജ് നൽകിയ പ്രതികരണം കൂടി ചേർക്കുന്നു, കാണാം. അല്ല, അത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച വിഷയമാണ്. പക്ഷെ വീണയെ ചോദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്ന ഒരു പരാതിയല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. വീണയുടെ ചോദ്യം ചെയ്യലും കൊണ്ട് അവസാനിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയനിലേക്ക് ഇതിന്റെ അന്വേഷണം നീളേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു 10% എത്തിയിട്ടുണ്ട്. കാരണം മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി. അതിന്റെ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ EDയുടെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ അവിടെ പിണറായി വിജയൻ കടന്നു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതെല്ലാം നടത്തിയിട്ടുള്ളത് പിണറായി വിജയനുള്ള കൈക്കൂലി എന്ന നിലയിൽ തന്നെയാണ്. അത് മാത്രമല്ല, പിണറായി വിജയൻ അവസാനിക്കില്ല. അതിനപ്പുറത്തേക്കും ഇതിന്റെ അന്വേഷണം നീളേണ്ടതായിട്ടുണ്ട്. അതുണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. CPM-ന്റെ ഒരു ഡിഫൻസ് ഷോൺ ജോർജ് എന്നൊരു BJP നേതാവാണ് ഇതിന്റെ പരാതിക്കാരനാണെന്നാണ്. പക്ഷേ ഇത് പരാതി കൊടുത്ത സമയത്ത് ഷോൺ ജോർജ് BJP-കാരനല്ലായിരുന്നു. ഇന്ന് ഷോൺ ജോർജ് BJP-കാരനാണ്. BJP എന്ന നിലയിൽ എന്റെ പരാതിന്മേലോ ഞാൻ കൊടുത്ത പരാതിന്മേലോ ഏതെങ്കിലും കാലത്ത് എന്റെ പാർട്ടി ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ED ഇപ്പൊ അവിടെ എന്ത് നടക്കുന്നത് നിങ്ങളുടെ വാർത്ത കാണുമ്പോൾ മാത്രമേ ഞാൻ അന്വേഷിക്കാറുള്ളൂ, അല്ല അറിയാറുള്ളൂ. ഞാനത് എന്നാന്ന് പോലും അന്വേഷിക്കാറില്ല. അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് എന്റെ പാർട്ടി എന്റെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ നിന്നും CPM എവിടെ പോയി? നമുക്ക് ഒരുമിച്ചങ്ങ് പ്രതിരോധിക്കാമെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ കൂടെ ഇപ്പൊ പാർട്ടിയില്ല. അദ്ദേഹം എന്താ പറഞ്ഞ കഴിഞ്ഞ ദിവസം EDയുടെ റെയ്ഡിന് ശേഷം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരുമിച്ചങ്ങ് പ്രതിരോധിക്കാം അല്ലേ അന്ന് പറഞ്ഞല്ലേ പോയത്. അതിന്റെ പേരിൽ എത്ര അക്രമങ്ങൾ നടന്നു. അപ്പോൾ അതിനുശേഷം ഇന്ന് അവിടെ വന്ന് ചോദ്യം ചെയ്യലിന് പോയപ്പോൾ ഒരു CPM-മാരോടെ കണ്ടില്ലല്ലോ. 26 സഖാക്കൾ പാർട്ടിക്ക് വേണ്ടി വീണ വിജയൻ കൈക്കൂലി മേടിച്ചതിന് 26 സഖാക്കൾ ജയിലിൽ കിടക്കാണ്. അതുകൊണ്ട് ഇനി പിണറായി വിജയനും ഗോവിന്ദ മാസ്റ്ററൊക്കെ ആഹ്വാനം ചെയ്താലും നല്ല സഖാക്കളെ ആരെയും ഇനി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ കിട്ടില്ല. ഇതിന് വല്ല കൊട്ടേഷൻകാരെ കിട്ടിയാലേ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കരുതുന്നുണ്ടോ? അല്ല, അടുത്ത ഘട്ടത്തിലല്ല. അത് EDയുടെ എൻക്വയറി ആവശ്യപ്പെട്ടു. ഒന്നാമത്തെ ഇത് കഴിഞ്ഞു. ഈ TV കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഈ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാവില്ല. കാരണം ഞാൻ മുമ്പോട്ട് വെച്ച എന്റെ പരാതിയിലെ പ്രതി പിണറായി വിജയനാണ് അവിടെ എത്തേണ്ടത്. പിണറായി വിജയനെ ചോദ്യം ചെയ്യും. അദ്ദേഹത്തിന് എതിരെയുള്ള കുറ്റപത്രം അവിടെ കൊണ്ട് മാത്രമേ ഈ കേസ് അവസാനിക്കൂ. നിലവിലത്തെ മുഖ്യമന്ത്രി, ഇവര് മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ, ഇതെല്ലാം തന്നെ CML പണം വാങ്ങുന്ന രേഖ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, 2 കാര്യങ്ങളുണ്ട് അതിനകത്ത് എടുത്തു പറയേണ്ടത്. ഒന്ന്, ഇവർ പണം വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2 പ്രമുഖ നേതാക്കന്മാർ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങി. പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പീപ്പിൾസ് റിപ്രസന്റേഷൻ ആക്ട് പ്രകാരം അത് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതാണ് അല്ലേ. അതവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് കുറ്റകരമാണ്. 1. 2, ഇവർ കൈപ്പറ്റിയ പണം ക്യാഷായിട്ടാണ് കൈപ്പറ്റിയിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് അല്ലേ. അല്ലാതെ അക്കൗണ്ടിൽ മേടിച്ചിട്ടില്ല. അവരാരും ക്യാഷായിട്ട് 20,000 രൂപയ്ക്കുള്ളിൽ കൈപ്പറ്റാൻ പാടില്ല. 1. 2, ക്യാഷായിട്ട് കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് 200 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയ പണമാണ്. SFI റിപ്പോർട്ട് പ്രകാരം 200 കോടി രൂപയാണ് CMR കമ്പനിയിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള പണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷൻ പ്രകാരം കമ്പനീസ് ആക്ട് സെക്ഷൻ 212 ക്ലോസ് 14 അനുസരിച്ച്
ഡിസ്ജോർജ്മെന്റ് ഓഫ് അസറ്റ്സ്, തട്ടിപ്പ് നടത്തിയ പണം തിരികെ പിടിച്ച് അത് കമ്പനിയിൽ തിരിച്ചടയ്ക്കേണ്ടതും അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതുമായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയുള്ള പരാതിയും നിയമ നടപടികളോ അല്ല എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ? അല്ല, അങ്ങനെ തോന്നിയോ? നിങ്ങൾക്ക് തോന്നിയോ? അങ്ങനെയാണല്ലോ അവരുടെ. അല്ല, എനിക്ക് ഈ കേരള സംസ്ഥാനത്ത് ആർക്കും ആ തോന്നലില്ലാത്തതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഇപ്പോ പ്രതിപക്ഷത്തായത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് തോന്നിയാൽ ഞാൻ തീർത്തും പറയട്ടെ, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രശ്നങ്ങൾ എനിക്ക് ഏത് മനുഷ്യനുള്ള പോലെ ഉണ്ട് അദ്ദേഹത്തോട്. പക്ഷേ അതിനപ്പുറത്തോട്ട് എനിക്ക് ഈ പറയുന്ന ബാക്കി ലിസ്റ്റുകാരോട് ആരോടും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കേസിൽ വലിയൊരു കൊള്ള നടന്നിട്ടുള്ളത്? അത് കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്തതിന്, കേരളത്തിന്റെ കരിമണൽ കൊള്ള ചെയ്തതിന് കൈപ്പറ്റിയ കൈക്കൂലിയാണ്. അത് പുറത്തു പറഞ്ഞു. അതിൽ ഇവർ കൈപ്പറ്റി ഇത്രയാണെങ്കിൽ അതിന് എത്രയോ ഇരട്ടി ഈ നാടിന് നഷ്ടം വന്നിട്ടുണ്ട്. അതിൽ മോഷ്ടിക്കാൻ കൂട്ടുനിന്നവർ ഈ കൂടാനുകൂടികൾ ഇതിനെടുത്ത് വിതരണം ചെയ്യണമെങ്കിൽ എന്തുമാത്രം വലിയ തിരിമറിയായിരിക്കും അവിടെ നടന്നിട്ടുണ്ട്. 200 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപയുടെ തിരിമറി അവിടെ നടന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങളെന്ന് ചിന്തിക്കും. അപ്പോൾ അതെല്ലാം ഇത് ജനമൊന്നും അറിയണ്ടേ? മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള കാലത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ അസറ്റാകാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ അറ്റോമിക് മിനറൽസിന്റെ കാലമാണിനി. അപ്പൊ ഇതിനെ പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്യണം. ഈ തട്ടിപ്പൊക്കെ മാറ്റി നിർത്തിയിട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രോപ്പറായിട്ട് പ്രോസസ് ചെയ്ത് ഈ നാട് ഇതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഈ തട്ടിപ്പുകളൊക്കെ അവസാനിപ്പിക്കണം. അതാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്.